ഇനി പ്രേക്ഷകരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സമൂഹ പദയാത്രയായ ബോൺ നത്താലെ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്ത പദയാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവരും തുടക്കത്തിൽ അണിചേർന്നിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാനു കെ സജീവ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാനു, ഈ ബോൺ നത്താലെ അതൊരു ഇറ്റാലിയൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് ആണ് എന്നാണ്. ക്രിസ്മസ് കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ക്രിസ്മസ് ആഘോഷങ്ങളുമായി അതിരൂപതയും അതുപോലെ തൃശ്ശൂർ പൗരാവലിയും മുന്നോട്ട് പോകുന്നു. ഇത് 12ാമത്തെ വർഷമാണ് ബോൺ നത്താലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 12ാമത്തെ വർഷം 2013 ഇത് തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കുറി എന്തൊക്കെ പുതുമകളാണ് ബോൺ നത്താലയിലുള്ളത് സാനു? അനിൽ നമ്പ്യാർ, ബോൺ നത്താലയുടെ അവസാനഘട്ട കാര്യങ്ങളിലേക്ക് അല്ലെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. നമ്മളൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ബോൺ നത്താല കാണുന്നതിനും ഇതിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് ഈ സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഉച്ച മുതൽ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ബോൺ നത്താലയുടെ ഭാഗമാകുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 213 ഇടവകകളിൽ നിന്നുള്ള 15,000-ത്തിലധികം പാപ്പമാരാണ് പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഗാനത്തിനനുസരിച്ച് ചുവട് വെച്ചുകൊണ്ട് ഈ സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞാടുന്നത്. അതായത് പുലികളി പോലെ തന്നെ, തൃശ്ശൂർ പൂരം പോലെ തന്നെ ബോൺ നത്താലയും അത് മറ്റൊരു ചരിത്രത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് 213 ഇടവകളിൽ നിന്നായിട്ടുള്ള 15,000-ത്തിലധികം ആളുകൾ പാപ്പമാരുടെ വേഷമണിഞ്ഞ്, അതായത് 5 വയസ്സ് മുതൽ പ്രായഭേദമന്യേ നിരവധി കുട്ടികളും അതേപോലെ തന്നെ മുതിർന്നവരും അടക്കമുള്ളവർ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഈ ചുവട് വെച്ചെത്തുകയാണ്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായവർ, പ്രത്യേക സവിശേഷ കഴിവുകളുള്ളവർ, അങ്ങനെ നിരവധി ആളുകൾ ഈ ബോൺ നത്താലയുടെ ഭാഗമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്, ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, ആർ ബിന്ദു അടക്കമുള്ളവർ, തൃശ്ശൂർ മേയർ അടക്കമുള്ള നിരവധി പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. ഈ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഈ യാത്രയുടെ കൂടെ, ഈ ബോൺ നത്താലയുടെ കൂടെ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഈ ബോൺ നത്താലെ തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരത്തിനൊരു തിലകക്കുറിയാണെന്ന് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം വേദി വിട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ 213 ഇടവകളിൽ നിന്നുള്ള ഏകദേശം 15,000-ത്തിലധികം ആളുകൾ ചുവട് വെച്ചെത്തുന്നു. അതിൽ പകുതി ഇടവകകൾ പോലും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും എത്രത്തോളം ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ബോൺ നത്താലയുടെ ഭാഗമായിട്ട് വിവിധ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വീടുകളില്ലാത്ത, അങ്ങനെ വിവിധ ശ്രേണിയിലുള്ളവർക്ക് സാമ്പത്തിക സഹായവും വീടുകൾ വെച്ച് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ബോൺ നത്താലയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ അതിരൂപത ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ അതിരൂപതയും അതേപോലെ തന്നെ പൗരാവലിയും ചേർന്നുകൊണ്ടാണ് ഈ ബോൺ നത്താലെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2013 ആരംഭിച്ചിട്ടുള്ള ബോൺ നത്താലെ അതിന്റെ 13ാമത്തെ പതിപ്പിലേക്കാണ് കടന്നിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, ബോൺ നത്താലെ ആവേശഭരിതമായി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 12 വർഷമായി ഈ ബോൺ നത്താലെ കൊണ്ടാടുകയാണ് തൃശ്ശൂർ അതിരൂപത, തൃശ്ശൂർ പൗരാവലി. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു, പക്ഷേ എങ്കിലും തൃശ്ശൂരുകാർക്ക് ഇപ്പോഴും ക്രിസ്മസ് ആഘോഷം തന്നെയാണ്. അതിൻ്റെ വലിയ പ്രകടനമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.